നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെലേക്ക് സ്വാഗതം. അമേരിക്കൻ കമ്പനിയായ ഷീൽഡ് AI വികസിപ്പിച്ചെടുത്ത V-BAT ഡ്രോണുകൾ ഉക്രൈനിലെ വിന്യാസത്തിനായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത ഇതിനോടകം വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അവിടെ റഷ്യൻ സേനയ്ക്കെതിരായ യുദ്ധഭൂമിയിലെ ബുദ്ധിശക്തിയും കൃത്യതയാർന്ന സ്ട്രൈക്ക് കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനായി രഹസ്യമായി ഇവ പരീക്ഷിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അവയുടെ നിർമ്മാണത്തിനായി ഒരു സഹകരണം പ്രഖ്യാപിച്ചു എന്നതും ഇപ്പോൾ മനസ്സിലാക്കുന്നു. V-BAT ഡ്രോണുകൾ ഉക്രൈനിയൻ സേനയ്ക്ക് 2024 ജൂണിലാണ് അവതരിപ്പിക്കുകയുണ്ടായത്. ഇലക്ട്രോണിക് യുദ്ധം, ഇലക്ട്രോണിക് വാർ, EW എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് വാർ ബാധിച്ച പരിസ്ഥിതികളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ഡ്രോണുകളുടെ പ്രധാനമായ സവിശേഷത. അവയുടെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് കഴിവുകൾ പരിശോധിക്കാം. ഈ കഴിവുകൾ കാരണം ഇവയെ പരിമിതമായ ഇടങ്ങളിൽ നിന്ന് പറന്നുയരാൻ അനുവദിക്കുന്നു. ഇത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു വിമാനം പറന്നു പൊങ്ങുന്നത് പോലെ കുറച്ചു ദൂരം ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു നിശ്ചിത വേഗം കൈവരിച്ചതിന് ശേഷം മെല്ലെ ആകാശത്തേക്ക് ഉയരുന്ന രീതിയല്ല ഈ ഡ്രോണുകൾക്കുള്ളത്. ഇവ ഒരു പ്രതലത്തിൽ നിന്നും കുത്തനെ മുകളിലേക്ക് പറന്നുയരാൻ സാധിക്കുന്നവയാണ് ഇവയുടെ കഴിവ്. അതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് യുദ്ധഭൂമിയിലെ ദുർഘടമായ സാഹചര്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ പ്രവർത്തന രീതിയാണ്. ഉക്രൈനിയൻ സേനകൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഡ്രോണുകളുടെ കഴിവുകളെ ഗണ്യമായി ഈ ഡ്രോണിൻ്റെ വരവോടുകൂടി മറികടക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായ 11 മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണിവ. അതുവഴി ഏകദേശം 483 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ഓപ്പറേഷനുകൾക്കിടയിൽ V-BATകൾ ശത്രുക്കളെ വിജയകരമായി തിരിച്ചറിയുകയും 100 കിലോമീറ്ററിലധികം പിന്നിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ SA-11 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്തു എന്നതാണ് വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇനി ഈ ഡ്രോണുകൾ ഹിമാഷ് പീരങ്കി യൂണിറ്റുകളുമായി കൃത്യമായ പ്രവർത്തന കോഓർഡിനേഷൻ നിലനിർത്തുന്നതായി വാർത്തകളിൽ പറയപ്പെടുന്നു. മറ്റു ഡ്രോണുകളെ സാധാരണഗതിയിൽ തടസ്സപ്പെടുത്തുന്ന EW അവസ്ഥകളെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർ അവസ്ഥകളെ ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് ഫലപ്രദമായ സ്ട്രൈക്കുകൾ ഇതുവഴി സാധ്യമാകുന്നു. ഈ ഡ്രോണുകൾ അത്യാധുനിക ജാമിംഗ് സംവിധാനങ്ങൾക്ക് സമീപം പോലും പ്രവർത്തന സ്ഥിരത വലിയ രീതിയിൽ നിലനിർത്തുമെന്നുള്ളത് ഷീൽഡ് AIയുടെ പ്രസിഡന്റ് ബ്രാൻഡൻ സെൻ അഭിപ്രായപ്പെട്ടു. ഇനി ഇന്ത്യയിലെ നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് പരിശോധിക്കാം. 2024 ഡിസംബറിൽ V-BAT ഡ്രോണുകൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനായി JSW ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ഷീൽഡ് AIയുമായി കൂടിച്ചേർന്നു പ്രഖ്യാപനം പുറപ്പെടുവിച്ചിരുന്നു എന്നതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രാദേശിക പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് നയവുമായി ഈ സംരംഭം യോജിച്ചു പോകുന്നതാണ്. നിർമ്മാണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2 വർഷത്തിനുള്ളിൽ ഏകദേശം $90 മില്യൺ നിക്ഷേപം ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ V-BAT ഉൽപ്പാദനം ആരംഭിക്കുക വഴി ആഭ്യന്തര സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ഡ്രോൺ നിർമ്മാണത്തിനുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക കൂടിയാണ് ചെയ്യുന്നത്. പ്രാദേശിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിദേശ പ്രതിരോധ കമ്പനികൾ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി കൂടുതൽ സഹകരിക്കുന്ന വിശാല പ്രവണതയുടെ ഭാഗമാണ് ഈ നീക്കം. ഉക്രൈനിലെ V-BAT ഡ്രോണുകളുടെ വിജയകരമായ പരീക്ഷണം അവയുടെ നൂതന സാങ്കേതിക സവിശേഷതകളും ആധുനിക ഭീഷണികൾക്കെതിരായ പ്രവർത്തന ഫലപ്രാപ്തിയും എടുത്തു കാണിക്കുന്നു. ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തുടർന്നുള്ള തീരുമാനം ആളില്ല വ്യോമ സംവിധാന സാങ്കേതിക വിദ്യയിൽ തന്ത്രപരമായ നേട്ടം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നേട്ടം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഞങ്ങളെ അറിയിക്കൂ. എന്തായാലും പ്രിയ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.